എന്താ വേണ്ടേ ചേട്ടാ? ചേമ്പ് അടിപൊളി. വാ, ഒരു കാര്യം ചെയ്യ്, ഒരു 3 കിലോ വേണ്ടി വരും അല്ലേ? ഒരു 3 കിലോ എടുത്തോ. വല്ലതൊക്കെ നല്ല അടിപൊളി ചേമ്പെടുത്തു. വൈകിട്ട് ചേമ്പ് പുഴുങ്ങാൻ പോവാ സുഹൃത്തുക്കളെ. പുഴുങ്ങിയ ചേമ്പും എന്താ മുളക് ചമ്മന്തി, അതോ മീൻ വറുത്തോ എന്തുവാ? മുളക് ചമ്മന്തി അതിൻ്റെ കൂടെ അല്ലയോ? കാന്താരി ചമ്മന്തി. ആ, അതാ കറക്റ്റ്, ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ്. കാന്താരി ചമ്മന്തിയാണ് സൂപ്പറാ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ വിചാരിക്കുക അന്ന് ചേമ്പ് കഴിക്കണം, അതല്ലയോ? നല്ല ചേമ്പല്ലയോ? ആ, ഇവിടെ ഒരു ചേമ്പിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്. ചില ഒരു മഹത് വ്യക്തിക്ക് ഈ വീട്ടിൽ ചോറ് ഇഷ്ടമല്ല, ചപ്പാത്തി ഇഷ്ടമല്ല, ഇഡലി ഒന്നും ഇഷ്ടമല്ല. പുഴുക്ക, ചേന, ചേമ്പ്, കാച്ചില്, ചക്ക, ഇതൊക്കെയാണേ ഉണ്ടല്ലോ ഇച്ചിരോരും ബാക്കി വെക്കാതെ മൊത്തം കഴിക്കും. അത് തന്നെ. എന്നാൽ ഷുഗറൊന്നും ഇല്ലെന്നുള്ളതിന് അഹങ്കാരമാണ്. അതേ, വൈകിട്ട് ചേമ്പാട്ടോ, ചേമ്പ് പുഴുങ്ങി കേട്ടോ, നമുക്ക് കഴിക്കാം. സന്തോഷമാണെന്നോ അതോ നല്ലതല്ലയോ? ഇച്ചിരി ആവേശം കുറച്ച് കുറവാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇച്ചിരി ചേമ്പ് പുഴുങ്ങി തരുമ്പോൾ ആവേശം വരും കേട്ടോ. ആ, വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. ചേമ്പ് വരുമ്പോഴത്തേക്ക് ആവേശം വന്നോളും. വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചേക്കല്ലേ, വേവാനുള്ള എളുപ്പത്തിന് വേണ്ടി. അതുകൊണ്ട് പെട്ടെന്ന് വേവും. പുള്ളിക്കാരൻ പറഞ്ഞാൽ കുറച്ച് വേവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചെത്തി മിനിക്ക് സൂപ്പറാക്കില്ല. കാന്താരി ഉടച്ചായിരുന്നോ? കാന്താരിയും കൂട്ടി ചേമ്പൊരു പിടി പിടിക്കണം. ശരിയായിട്ടിട്ടോളൂ. കൈ ചൂടുള്ളത്തിൽ കൊണ്ട് കൈ ഇടുക. അയ്യോ എൻ്റെ അമ്മേ, അതാണ് എന്റെ ദേഹത്ത് തെറിച്ചിട്ട് നീ മനഃപൂർവ്വം ചെയ്താ കേട്ടോ. കേടുണ്ടായിരുന്നു ചേമ്പിനത്തില് എന്തായിരുന്നോ? അപ്പോൾ കിലോ 80 രൂപയ്ക്ക് വാങ്ങിച്ചാണ് സുഹൃത്തുക്കളെ. എന്തായാലും പുഴുങ്ങി നോക്കാം. ഈ മുറിച്ചിട്ടേക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ പറയാൻ ഒരു കാര്യം മിക്കവാറും പറയും, അസ്ത്രത്തിന് അരിയുന്ന പോലെ നല്ല അരിഞ്ഞിട്ടേക്കുന്നത്, പുഴുക്കനാകുമ്പോൾ ചേമ്പിച്ച് വലുതായിട്ട് അരിയുണ്ടെന്ന് ചോദിക്കും. പക്ഷേ ഇത് വേറൊന്നും കൊണ്ടുമല്ല, ഇത് വലിയൊരു സൂപ്പർ ഐഡിയയാണ്. നിങ്ങൾ ചേമ്പ് ഈ പരുവത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ വേവ് നോക്കിയിട്ട് എടുത്തുവെച്ചാൽ മതി. അടിപൊളിയായിട്ട് കഴിക്കും. വേവും ചെയ്യും, ഗ്യാസും ലാഭം, പല ലാഭം. അല്ലാതെ ഇത്രയും വലിയ കഷ്ണമാക്കി ഇട്ടാലേ തിന്നത്തുള്ളൂ പറഞ്ഞതൊന്നും കാര്യമൊന്നും. ബുദ്ധിയാണല്ലേ. ശരി, കൈവട്ടെ. ഉപ്പിടുന്നോ? ഓക്കെ, സൂക്ഷിച്ചിരിക്കേ. ആ, കിടക്കച്ചട വന്നല്ലോ അല്ലേ? പെട്ടെന്ന് വന്നു. അടിച്ചേക്കാം. നല്ല ഒന്നാന്തരം കാന്താരി ചമ്മന്തിയും ചേമ്പും അല്ലേ? കാന്താരിക്ക് നല്ല കാന്താരി നല്ല എരിയുണ്ട്, സൂക്ഷിച്ച് കഴിച്ചോ. അങ്ങനെ ഇട്ടു. അപ്പൊ എന്തോ പിന്നെ തൈര് വാങ്ങിച്ചോണ്ട് മിക്സ് ചെയ്തു. വേണ്ട, ഒരാശായിട്ട് രണ്ട് ഞെട്ടിയിരിക്കുക. കൊള്ളാവോ? ഞാനിപ്പോ തീർന്നു, പ്ലേറ്റ് തീർന്നു. ബാക്കി ഇട്ടോ. ഇനി വേണോ? ആ, കൊള്ളാം. പിന്നെ വേറെ ഒരു സാധനം, ചോറും വേണ്ട, ചപ്പാത്തിയും വേണ്ട. ഈ പുഴിക്കാണെങ്കിൽ ഫുള്ള്. എടാ ഞാൻ നല്ല എരിയായിരിക്കും കേട്ടോ. ആ, അതാ ഇവിടെ എരി പിടിച്ചു. അത്ര എരി വന്നേക്കുന്നല്ലേ. വന്നേ നോക്കട്ടെ. ആഹാ സുഹൃത്തുക്കളെ, എല്ലാവരും വീണ്ടും നല്ല ഒന്നാം തരമായിട്ട് തന്നെ കൊതിപ്പിക്കുകയാണ്. നല്ല വെണ്ണ പോലെ വെന്ത ചേമ്പ് കണ്ട, എന്താ ഇതല്ലേ. അതും കാന്താരി ചമ്മന്തി. അയ്യോ, കൈ പൊള്ളി. പണ്ടൊക്കെ പറയും ചേമ്പ് ഇങ്ങനെ ചൂടോടെ വന്നു കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ പറയുമെന്ന്. ഇന്ന് മിക്കവാറും ചൈനീസ് ഭാഷ പറയും. അപ്പം ടാറ്റാ, ബൈ ബൈ.